ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ഇതാണ് ചായ മൻസ. ഇത് ചീര പോലെ നമ്മൾ തോരൻ വയ്ക്കുന്ന ആണ്. അപ്പോൾ ഇത് ഷുഗറിനൊക്കെ നല്ലതെന്നാണ് പറയുന്നത്. അപ്പോൾ ഞങ്ങളിത് ആദ്യമായിട്ടാണ് കേട്ടോ തോരൻ വയ്ക്കണേ. അപ്പോൾ ഇതിൻ്റെ തണ്ടൊന്നും എടുക്കരുതെന്നാണ് പറഞ്ഞുകൊണ്ട് അതിൻ്റെ ഇല മാത്രമാണ് തോരൻ വയ്ക്കാൻ എടുക്കണേ കേട്ടോ. തണ്ടൊക്കെ നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞിട്ട് അതിൻ്റെ ആ ഇലയുടെ വശം മാത്രം ഉപയോഗിക്കുന്നത്. ഇപ്പം ഇല കട്ട് ചെയ്തെടുക്കുകയാണ്. അങ്ങനെ ഓരോ ഇലയും ഇട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുത്ത് അപ്പോൾ അതിൻ്റെ തണ്ടെല്ലാം മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് എടുക്കുന്നില്ല. ഇനി നമ്മൾ ഈ ഇല കുറച്ച് നേരം വെള്ളത്തിലിട്ട് വെച്ച് അതിൻ്റെ പശയൊക്കെ കളഞ്ഞെടുക്കണം. അതിന് ശേഷം നമ്മളത് തോരൻ വയ്ക്കാൻ വേണ്ടിയിട്ട് ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം. ഈ തോരൻ വയ്ക്കാനായിട്ട് നമ്മൾ ചെറിയുള്ളി എടുത്തിട്ടുണ്ട്, കാന്താരി മുളകും കറിവേപ്പിലയും പിന്നെ കുറച്ച് നാളികേരം ചിരകിയതും എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കൊരു മിക്സിയുടെ ജാറെടുത്ത് അതിലേക്ക് കാന്താരി മുളക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ചെറിയുള്ളിയും ഇട്ട് കൊടുക്കണം. ഇതെല്ലാം ഇട്ടിട്ട് നമുക്കതൊക്കെ ഒന്ന് ചതച്ചെടുക്കാം. കാന്താരി മുളകും ചെറിയുള്ളിയും ചതച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഒരു ചീഞ്ചട്ടി അടുപ്പത്തോട്ട് വയ്ക്കാം. ചീഞ്ചട്ടി ചൂടായി വരുമ്പോഴത്തേനും വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഇപ്പോൾ വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ കടുകൊക്കെ പൊട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ചതച്ച് വെച്ചേക്കുന്ന ഉള്ളിയും കാന്താരി മുളകും അതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ കറിവേപ്പില ഇട്ട് കൊടുക്കാം കേട്ടോ. ഇതൊക്കെ നന്നായിട്ടൊന്ന് ഇളക്കി നമുക്കൊരു ബ്രൗൺ നിറമാവുന്ന വരെ ഇളക്കിക്കൊണ്ടിരിക്കാം. ഇപ്പോൾ ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ. അതിനുശേഷം നമുക്ക് ചായ മൻസയുടെ ഇല അരിഞ്ഞു വെച്ചേക്കുന്നത് ഇട്ട് കൊടുക്കാം. ഇല മൊത്തം അതിനകത്തോട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കത് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്യാം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം അതിനകത്തോട്ട്. നമുക്ക് ഇളക്കി അത് വേവിച്ചെടുക്കണം. ഇനി അതിലേക്ക് പാകത്തിന് ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ. ഇനി നമുക്കത് ഇളക്കി കൊടുത്ത് വേവിച്ചെടുക്കാം കേട്ടോ. ഇപ്പോൾ ഏകദേശം നമ്മുടെ ചായ മൻസയുടെ ഇല വെന്തിട്ടുണ്ട് കേട്ടോ.
ഇനി നമുക്കതിലേക്ക് ചിരകി വെച്ചേക്കുന്ന തേങ്ങ ഇട്ട് കൊടുക്കാം. തേങ്ങ ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. തേങ്ങയൊക്കെ അതിനകത്തോട്ട് നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. അങ്ങനെ ചായ മൻസ തോരൻ റെഡിയായി കഴിഞ്ഞു. ഇനി നമുക്കതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇതാണ് ചായ മൻസ തോരൻ. അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.